net problem is there. So thank you so much, sir. Once again, welcome to Kerala platform. आप हमारे पास आते हैं, हमारे को सिखाते हैं. Thank you once again. Thank you, sir. Thank you very much. Welcome to Kerala platform. थैंक यू सो मच सर. और आप सभी का बहुत बहुत धन्यवाद आज के सेशन में जुड़ने के लिए. और आज का सेशन बहुत ही इंपॉर्टेंट होने जा रहा है क्योंकि आज हम लर्निंग करने वाले हैं एक नई रेसिपी की जो रोजा मैम ने बनाई और साथ साथ में हमारा डिजिटल सेलिब्रेशन भी है. तो ये आज बहुत ही स्पेशल दिन हमारे बीच में आता है और साथ साथ में आज हम डिजिटल सेलिब्रेशन भी करेंगे और टारगेट के बारे में भी जानेंगे. सर पहले टारगेट के बारे में जान दें. Yes, sir. Yes, sir. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇപ്പൊ റോജ മേഡം നല്ലൊരു ഡിഷ് സാർ പറയുന്ന റോജ മേഡം നല്ലൊരു ഡിഷുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഡിഷിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മളുടെ ടാർഗറ്റിനെ കുറിച്ച് റൈസിംഗ് കേരള ടാർഗറ്റിനെ കുറിച്ച് ഒന്ന് അറിയാം. സ്പെഷ്യൽ ടാർഗറ്റ് ഓൺലി ഫോർ കേരള. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ 28 സ്റ്റേറ്റിൻ്റെയായിട്ട് നമ്മൾക്ക് കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് തരുന്നു എന്നുണ്ടെങ്കിൽ കമ്പനി നമ്മളെ എത്രമാത്രം കെയർ ചെയ്യുന്നു. ഓക്കെ സർ. Thank you, Arjun sir. Thank you very much. Such a wonderful introduction and welcome to me. Thank you, sir. Thank you very much. Arjun sir, welcome. Thank you. Apo, Ritik sir, thank you once again. Please start the PPT. So guys, ये मार्च का महीना है और ये लास्ट चांस है हमारे अंदर राइजिंग केरला के लिए. और ये बहुत ही इजीएस्ट टारगेट आपके बीच में आता है और आप इससे बहुत सारी चीजें अचीव भी कर सकते हैं. और आप लोगों का रेगुलर सपोर्ट रहा है गुड डॉट की तरफ और एक मिशन की तरफ जिसमें हम नॉन वेज का कंजम्पशन कम कर सकते हैं क्योंकि मैं मानता हूं कि अल्टरनेटिव नहीं है, छोड़ नहीं सकते, लेकिन कंजम्पशन आप कम कर रहे हैं तो कहीं ना कहीं आप बहुत अच्छा काम कर रहे हैं. जो गुड डॉट का मिशन है, जो हमारा मिशन है कि मीट का कंजम्पशन कम हो, जानवरों की भी रक्षा हो और आपकी स्वास्थ्य रक्षा हो. क्योंकि आरसीएम का पहला अगर बात करी जाए जो मकसद है वो है स्वास्थ्य रक्षा, यानी कि आपकी हेल्थ अच्छी रहेगी तभी आप सारी चीजें अचीव कर पाएंगे. अगर आप हेल्थी रहेंगे तभी आप आपकी फैमिली का ध्यान रख पाएंगे. आप हेल्थी रहेंगे तभी आप आपके गोल्स अचीव कर पाएंगे. तो आप जब पैदा हुए हैं तब आपकी बॉडी लेकर आए हैं, तो जाएंगे तब आपकी बॉडी लेकर जाएंगे. तो वो बॉडी आपके लिए बहुत इंपॉर्टेंट है. ये फ्री में मिली हुई बॉडी, तो इसकी हम रिस्पेक्ट इतनी नहीं करते. तो आपको जितना हेल्दी आप खाना खाएंगे, जितना आप एक्टिवली सारी चीजें करेंगे, तो आपके जीवन में आप टारगेट भी आसानी से अचीव कर सकते हैं. सर താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജനിച്ച ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു. ഇന്ന് നമ്മൾ പലവരും വളർന്നു വലുതായി എത്തുമ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ആരോഗ്യം നിലനിർത്തണം. നമ്മൾ ആരോഗ്യത്തിൽ നിന്നാലേ നമ്മുടെ കുടുംബത്തെ ആരോഗ്യത്തോടെ നോക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തെ നമ്മൾക്ക് ആരോഗ്യത്തോടെ സഹകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിനെന്താ വേണ്ടത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ എന്താണ്? നമ്മൾ നോൺ വെജ് പോലുള്ള അൺഹൈജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ അതിനെ മാറ്റിമറിക്കാനായിട്ട് നമ്മൾക്ക് ഗുഡ് ഡോട്ട് നമ്മളെ സഹായിക്കുകയാണ്. അതേ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട്, നോൺ വെജിന്റെ സെയിം ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട്, യാതൊരു വക ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത, നമുക്ക് കഴിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, ദഹിച്ച് നമുക്ക് ശരീരത്തിലേക്ക് അബ്സോർവ് ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുമായിട്ടാണ് ഗുഡ് ഡോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾക്ക് കേരളത്തിന് വേണ്ടി മാത്രം റൈസിംഗ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കേരളത്തിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ടാർഗറ്റ് തന്നിരിക്കുകയാണ്. ആ സ്പെഷ്യൽ ടാർഗറ്റ് അവസാനിക്കാനുള്ള ദിവസങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഇന്നത്തെ അടക്കം 11 ദിവസമേ ഉള്ളൂ. അപ്പൊ 11 ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കേൾക്കാം. നമ്മളുടെ ആരോഗ്യമാണ് വലുത്. കേരളത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 90-95% ആൾക്കാർ നോൺ വെജ് കഴിക്കുന്നവരാണ്. അപ്പൊ അത് കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ദോഷങ്ങളെ നമ്മൾക്ക് ഇല്ലാതെ നമ്മൾക്ക് അതേ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് നല്ല നല്ല പ്രൊഡക്റ്റുകളുമായി നമ്മൾക്ക് പ്രോഗ്രാമുകൾ വരുന്നു, ILCT വരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് തുടർന്ന് കേൾക്കാം. ഓവർ ടു യു സർ. तो अब हम टारगेट की बात करते हैं. जो टारगेट जनवरी फरवरी मार्च का है और इसमें अलग अलग स्लैब्स हैं, तो उसके ऊपर हम बात करेंगे. सर आई थिंक यू शुड कंटिन्यू ट्रांसलेशन में. आई थिंक वो उतना एंगेजमेंट. यस सर. मैं बोल दूंगा, आप ചേഞ്ച് करते रहना. ഇതിലിപ്പോ വരുന്ന ആദ്യത്തെ 500 PV ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും നമുക്ക് ഡിജിറ്റൽ സെലിബ്രേഷൻ ആൻഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ വെള്ളിയാഴ്ച മുതൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഹോളി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ചയിൽ രണ്ടാഴ്ചയിലും കൂടി ഡിജിറ്റൽ റിവ്യൂസ് നടത്തുകയാണ്. ഇത് 4 ഏപ്രിൽ വരെ, ഏപ്രിൽ 4 വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച വരെ ഡിജിറ്റൽ സെലിബ്രേഷൻ നടക്കും. എല്ലാ വെള്ളിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ചെയ്യുന്ന പർച്ചേസുകൾ 500 PV, വെറും 500 PV ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഡിജിറ്റൽ സെലിബ്രേഷനിൽ പങ്കെടുക്കാം.
അതില് അതാണ് ആദ്യത്തെ സ്ലാബ്. ആ ഡിജിറ്റൽ സെലിബ്രേഷൻ ഇന്ന് നടക്കും. അപ്പൊ നമ്മളുടെ ഫോട്ടോ വരുന്ന സമയത്ത് ചെയ്തവർ രജിസ്റ്റർ ചെയ്തവർ ഫോട്ടോ വരുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്ത് അവർക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സ്ലാബ് 1. 3000 PV ചെയ്തുകൊണ്ട് 3000 PV ചെയ്ത് 4990 5000 മുമ്പ് വരെ ചെയ്യുന്നവർക്ക് ഗുഡ് ഡോട്ടിന്റെ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നുണ്ട്. ആ നടക്കുന്നത് ഇതിൽ ഫ്രീ എൻട്രി, ഫ്രീ ഗുഡ് ഡോട്ട് ഫുഡ്, നമുക്കെല്ലാം ഫ്രീ ആണ്. അവിടെ എൻട്രിക്ക് 3000 PV കൊണ്ട് 3 മാസത്തെ സമയമുണ്ട്. അത് 3 മാസം കൊണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ടോട്ടൽ നോക്കിയാൽ മതി. 3000 PV ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എൻട്രി, ഫ്രീ ഫുഡ്, നമുക്ക് സെലിബ്രേഷനിൽ പങ്കെടുക്കാം. സർ നെക്സ്റ്റ്. അടുത്ത് വരുന്നതാണ് സ്ലാബ് 2. യെസ് നെക്സ്റ്റ്. സ്ലാബ് 2 വരുന്നതാണ് 5000 PV മുതൽ 7499 7500 PVക്ക് മുമ്പായിട്ട് 5000 മുകളിൽ വരുന്നവര്. അവർക്ക് വരുന്നത് എന്താണ്? ഇതുപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം കൊണ്ട് കമ്പൈൻഡ് ആയിട്ട് 5000 PV ചെയ്താൽ മതി. സെലിബ്രേഷൻ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട് അവിടെ കിട്ടിയത്. അതുകൂടാതെ നമുക്ക് ഫ്രീ എൻട്രി ഉണ്ട്, ഫ്രീ ഫുഡ് ഉണ്ട്. ഒപ്പം സെലിബ്രേഷൻ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു ട്രോഫി ഉണ്ട് 5000 PV ചെയ്യുന്നവർക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് 7500 PV. 7500 PV ചെയ്യുന്നവർക്ക് 3 മാസം അഗെയിൻ ജനുവരി ഫെബ്രുവരി മാർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പറഞ്ഞതെല്ലാം കിട്ടും. ഫ്രീ എൻട്രി, ഫ്രീ ഫുഡ്, സർട്ടിഫിക്കറ്റ്, മൊമെന്റ്. നേരത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നു 2000, അതൊന്നുമില്ല. ടോട്ടൽ 7500 PV ഇതിൽ. യെസ് സർ. നെക്സ്റ്റ്. 7500 PV ചെയ്താൽ മതി. നമുക്ക് ഫ്രീ എൻട്രി, ഫ്രീ ഫുഡ്, സെലിബ്രേഷൻ, സ്റ്റേജിൽ റെക്കഗ്നേഷൻ, സെലിബ്രേഷൻ, സർട്ടിഫിക്കറ്റ്, ട്രോഫി. ഒപ്പം നമുക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വാക്വം ഫ്ലാസ്ക്, നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വാക്വം ഫ്ലാസ്ക് ആണ് വരുന്നത്. 2 കപ്പ് മഗ് ഉണ്ട് അതിന്റെ കൂടെ. അതിന്റെ ക്യാപ്പും മഗ്ഗായിട്ട് ടോട്ടൽ 3 മഗ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാക്വം ക്ലീനർ ആണ്, വാക്വം ഫ്ലാസ്ക് ആണ് നമുക്ക് കിട്ടുന്നത്. അത് 7500 PV ചെയ്യുന്നവർക്ക്. നെക്സ്റ്റ് സ്ലാബ് വരുന്നതാണ് 12000 PV. സർ നെക്സ്റ്റ്. അത് എല്ലാം നമുക്ക് 7500 ടോട്ടൽ ചെയ്താൽ മതി. നേരത്തെ കമ്പൽസേഷൻ ഒന്നുമില്ല, 2500 ചെയ്യണമെന്നില്ല. നെക്സ്റ്റ് വരുന്നത് അഗെയിൻ ജനുവരി ഫെബ്രുവരി മാർച്ച് 12000 PV ടോട്ടൽ. ഗുഡ് ഡോട്ടിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. 12000 PV ടോട്ടൽ ചെയ്താൽ മതി ജനുവരി ഫെബ്രുവരി മാർച്ച്. അത് വരുന്നവർക്ക് അഗെയിൻ നമുക്ക് ഈ പറഞ്ഞ ഫ്രീ എൻട്രി, ഫ്രീ ഫുഡ്, അതുപോലെ സ്റ്റേജിൽ റെക്കഗ്നേഷൻ, സെലിബ്രേഷൻ, ട്രോഫി, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വാക്വം ഫ്ലാസ്ക്, പ്ലസ് ഞാൻ ഇട്ടിരിക്കുന്ന, സാർ ഇട്ടിരിക്കുന്ന പോലത്തുള്ള ഈ കോട്ട്, ഗുഡ് ഡോട്ടിന്റെ പേര് എഴുതിയ ഗുഡ് ഡോട്ടിന്റെ വേസ്റ്റ് കോട്ട്, ഇത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 12000 PV ടോട്ടൽ 3 മാസം കൊണ്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നോൺ വെജിന് പകരം, നോൺ വെജ് കഴിച്ചാലുള്ള ദോഷഫലങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരോഗ്യം കിട്ടും. ആ ആരോഗ്യത്തോടൊപ്പം നമ്മൾക്ക് ഇത്രയും ആഘോഷിക്കാനുള്ള സെലിബ്രേഷൻ കൂടി നമ്മൾക്ക് കിട്ടുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിൽ കൂടി ഇതിൽ പ്രേരിപ്പിക്കുക. നമ്മൾക്ക് 12000 PV ഒക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി അതിന് ടോട്ടൽ 11, ഇന്നത്തെ അടക്കം 11 ദിവസം കൂടി ഉള്ളൂ. അതിന് എല്ലാവരും മുതിരുക. നമ്മൾക്ക് ടോട്ടൽ 12000 PV ചെയ്താൽ എല്ലാവരും. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്നുമില്ല, അത് കുറച്ചങ്ങനെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. RCMന്റെ ID ഉള്ളവരായിരിക്കണം എന്ന് മാത്രമുള്ളൊരു കണ്ടീഷനുള്ളൂ. RCM ID ഉള്ള ആർക്കും, ഒരു വീട്ടിൽ ഒരു ID ഉള്ളൂ, ആ IDയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് മാത്രമേ കണ്ടീഷനുള്ളൂ. ഇതാണ് ടാർഗറ്റുകൾ വരുന്നത്. അപ്പൊ യെസ് സാർ, ദിസ് ഈസ് ഓവർ. എനിത്തിങ് എൽസ് സാർ? അപ്പൊ ഇനി സർ लास्ट में करेंगे. How many people are there in digital celebration approx? डिजिटल सेलिब्रेशन में कितने लोग हैं? ज्यादा लोग हैं क्या, कम है? 12 लोग हैं सर अराउंड, जो टोटल 12 लोग. चलो ठीक ठीक है. അപ്പൊ നമുക്ക് ഇവിടെ ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റുകൾ. ഈ ടാർഗറ്റുകൾ ചെയ്യാനുള്ള അവസാന ദിവസം നമുക്ക് ഈ 11 ദിവസം കൂടിയാണ്. എല്ലാവരും ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവർ 3000 ചെയ്തുകൊണ്ട് എൻട്രി അടിക്കുക. 5000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രോഫി കൂടെ കിട്ടും. 7500 സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്ലാസ്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 12000 ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ഋതിക് സാറും ഇട്ടിരിക്കുന്ന പോലുള്ള കോട്ട് കിട്ടും. അപ്പൊ ഇതെല്ലാവരും ഇതൊക്കെ ചെയ്യാനുള്ള അവസാന ദിവസം 11 ദിവസമാണ്. മാക്സിമം എല്ലാവരും ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾക്ക് അറിയാം. सर आप कुछ बोलना चाहेंगे तो आप बोलने के बाद फिर मैं शुरू करूं कि आप? मैं स्टार्ट करूं? बोलना चाहेंगे सर। थैंक यू रोजा मैम, आपने डॉट को एक बहुत ही अच्छी रेसिपी दी, उसके लिए बहुत बहुत धन्यवाद। और मैंने देखा है आपको रेगुलरली, आप डॉट के प्रति बहुत ही एक्टिव है, उसके लिए बहुत बहुत थैंक यू। आप हर डिजिटल सेलिब्रेशन में भी आते हैं, तो उसके लिए बहुत बहुत धन्यवाद। और इस एक्टिवनेस को मैं चाहूंगा कि आप लंबे समय तक रखें। और आज के क्लास में मेरे को लगता है आप बहुत ही सारे प्रिपेयर्ड होके आए हैं, तो मुझे बहुत अच्छा लग रहा है कि मैम आप बहुत रेडी हैं। और आज एक लजीज सी और डिलीशियस खाना हमें भी बता दीजिए, ताकि हम भी हमारे किचन में बनाए। थैंक यू सो मच मैम हमारे साथ जुड़ने के लिए। थैंक यू मैम।
റോസ മാഡം നമുക്കറിയാം എല്ലാ സമയത്തും നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നല്ല തൃശ്ശൂരിൽ നല്ലൊരു ഷോപ്പ് നടത്തുന്ന റോസ മാഡമാണ്. മാഡം ഇടയ്ക്കിടയ്ക്ക് മോളുടെ അടുത്ത് ദുബായിലേക്ക് പോകും. ദുബായിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ടാർഗറ്റുകൾ ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പാചകം ചെയ്തു തരുന്ന ഒരു മാഡമാണ്. അപ്പോ നമ്മൾക്ക് ഇന്ന് ഇത് വന്നിരിക്കുന്നത് റോജ മാഡം എങ്ങനെ ഈ ലെവലിൽ എത്തി എന്നൊന്നും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ILCT, ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോ മാർച്ച് മാസത്തെ ILCT നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4ാമത്തെ ദിവസം, ഇന്ന് വൈകിട്ടുണ്ടായിരിക്കും. അപ്പൊ ILCT നടക്കുന്നതോടൊപ്പം ലെവൽ 1 ചെയ്ത് 7 ദിവസം നമ്മൾക്ക് ILCT ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നമ്മൾക്ക് ഇന്റർനാഷണൽ ഷെഫ് ആയിട്ടുള്ള ഷെഫ് കൈനാഥ് മാഡം നമ്മൾക്ക് പഠിപ്പിച്ചു തരും. എത്ര 7 ദിവസം ഓരോ വെറൈറ്റി ഡിഷസ് നമുക്ക് 7 ദിവസം കൊണ്ട് ഏകദേശം 10-16ഓളം വെറൈറ്റി ഡിഷസ് നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ ലൈവ് പാചകം ചെയ്യുക. അത് കഴിഞ്ഞാൽ 8ാമത്തെ ദിവസം നമ്മളെ ഈ പഠിപ്പിച്ചതിൽ നിന്ന് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ 8ാമത്തെ ദിവസം പറയും ഇന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈവായിട്ട് പാചകം നോക്കുക. അതിന്റെ ഗുഡ് ഡോട്ടിന്റെ ജൂറീസ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും ചെക്ക് ചെയ്യാനായിട്ട്. അത് ആ 8ാമത്തെ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവൽ 1 പാസ്സായി. ലെവൽ 1 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടുകയാണ്. എങ്ങനെ നമ്മൾക്ക് ഗുഡ് ഡോട്ടിന്റെ പേര് അപ്പറൻ കിട്ടും, ഒരു ബാഡ്ജ് കിട്ടും. അതാണ് ലെവൽ 1. ലെവൽ 1 കഴിഞ്ഞാൽ ലെവൽ 2 നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് 3 മാസം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് സെലിബ്രേഷൻ കിട്ടുന്നു, ഇതുപോലെ ഒരു കോട്ട് കിട്ടുന്നു, നമ്മൾക്ക് വീണ്ടും ആഘോഷിക്കാനുള്ള അവസരം കിട്ടുകയാണ്. അത് കഴിഞ്ഞാൽ ലെവൽ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവൽ 3 ഏണിംഗ് ലെവലാണ്. ഏണിംഗ് ലെവലിൽ എന്താണ്, നമ്മളൊരു പാചകം ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മളൊരു പാചകം, ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഭാഷ അറിയാവുന്നെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് അവതരിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കേരള ലെവലിൽ അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിക്കുന്നതിന് നമ്മൾക്ക് അവര് ഒരു റെമ്യൂണറേഷൻ നമുക്ക് കിട്ടുകയാണ്. അത് ചെയ്യുന്നതിന് നമുക്കൊരു എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അങ്ങനെ ഇത് 4 ദിവസം 4 വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി നമ്മൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്ന 4 ആൾക്കാരുണ്ട്. അതിലിപ്പോ ഞാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന പ്രമീള മാഡം ഉണ്ട്. പ്രമീള മാഡത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ട്. പിന്നെ കോട്ടയത്ത് നിന്ന് സിമി ഷിബു മാഡം കിട്ടിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് സ്വപ്ന ഉണ്ണി മാഡം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് മുഹമ്മദ് മുബാഷിർ സാർ. 4 പേരും 4 വെറൈറ്റി ഡിഷസ് അവതരിപ്പിച്ചു. അവരുടെ എല്ലാ അക്കൗണ്ടിലേക്ക് കമ്പനി അതിന്റെ എമൗണ്ട് ഇട്ടുകൊടുത്തു. കേരള പ്ലാറ്റ്ഫോമിലാണ് അവതരിപ്പിച്ചത്. കേരള പ്ലാറ്റ്ഫോം അവതരിക്കുന്നതിന് കുറച്ച് കുറവായിരിക്കും എമൗണ്ട്. ആൾ ഇന്ത്യ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കണമെങ്കിൽ അതിന് കൂടുതൽ, അത് ഭാഷ അറിയണമെന്നൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് മാത്രം അത് നടക്കുന്നതാണ്. അപ്പൊ ഇന്ന് റോജ മാഡം എത്തിയിരിക്കുന്നത് നല്ലൊരു ഡിഷുമായിട്ടാണ്. അപ്പൊ റോജ മാഡം നമ്മൾക്ക് നല്ലൊരു ഡിഷ് അവതരിപ്പിക്കുകയാണ്. അത് കമ്പനിയുടെ ജൂറി അവിടെ നിന്ന് നോക്കുന്നതിലേക്ക് അവരും ഇപ്പൊ ഏതാനും നിമിഷത്തിന് ജോയിൻ ചെയ്യും. അപ്പൊ വെൽക്കം ടു ദിസ് പ്ലാറ്റ്ഫോം. താങ്ക് യു മാം. റോജ മാഡം ഞങ്ങളെ എല്ലാവരെയും നല്ലൊരു ഡിഷുമായി, കുതിപ്പിക്കുന്ന ഒരു ഡിഷുമായി അവതരിപ്പിക്കുക. താങ്ക് യു മാം. വെൽക്കം മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഋത്തിക് സാറിന് പ്രത്യേകിച്ച് ഒരു നമസ്കാരം. കനക് മാഡത്തിനും വളരെയധികം നമസ്കാരം ഉണ്ട്. മാഡം ഇന്നില്ല എങ്കിലും ഞാൻ ആർസിമിൽ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. എന്നെ ആർസിമിലേക്ക് കൊണ്ടുവന്നത് മോളി മാഡാണ്. മോളി മാഡത്തിന് ഈ ഒരു അവസരത്തില് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ എല്ലാ ലീഡേഴ്സിനെയും, എന്നെ ഇത്രയും ഈ പൊസിഷനിലേക്ക് എത്തിക്കാൻ എന്നോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന എല്ലാ അപ്ലൈനും ഡബ്ലൈനും എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ചിക്കൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് KFC ഉണ്ടാക്കാം. ചിക്കൻ ലെഗിന്റെ അതേ ഷേപ്പായിരിക്കും. പക്ഷെ എല്ലാവരും ചെയ്യുമ്പോൾ അതുപോലെ ഇന്ന് ആവണമെന്നില്ല. പക്ഷെ എല്ലാവരും ട്രൈ ചെയ്യാം അല്ലെ. രഘു സാർ പറഞ്ഞു നോൺ വെജ് കഴിച്ചാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. സത്യമാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു എന്താ പറയാ, ഒരു ചെറിയൊരു പ്രതിജ്ഞ എടുക്കാം. ഗുഡ് ഡോട്ടിന്റെ കമ്പനി നമ്മളോട് പറയുന്നു ലോകം വെജിറ്റേറിയൻ ബൈറ്റ്സിലേക്ക്. ആ ഒരു ദൗത്യം ഇന്ന് നമുക്ക് എടുക്കാം. അപ്പൊ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം തന്നെ രോഗപ്രതിരോധ ശേഷിയാണ്. ഗുണമേന്മയുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യം, പ്രതിരോധ ശേഷിയും ആരോഗ്യം നല്ല രീതിയിൽ കിട്ടും. അത് നമ്മളെ രാജു സാർ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഗുഡ് ഡോട്ട് പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത ന്യൂനത സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സസ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ്. ഓക്കെ, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അധികം നീട്ടി കൊണ്ടുപോകുന്നില്ല. 2 കോഴ്സ് ലെവൽ 1ഉം 2ഉം കഴിഞ്ഞു. എനിക്ക് ഈ കുഡ് ഷെഫിന്റെ കോട്ട് കിട്ടി. ഞാൻ ഇന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ്, ദുബായിൽ നിന്ന് മോളും പിള്ളേരും കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് സമയം വേണം. എല്ലാവരും നല്ല ക്ഷമയോടുകൂടി ഞാൻ ചെയ്യുന്നത് ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നവര് ചെയ്യാം, അല്ലാത്തവർ അതൊന്ന് എഴുതിയെടുക്കുക. കുറച്ച് സമയം വേണം ഇത് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട്. എങ്കിലും ഇന്ന് ഈ സമയം നമുക്ക് നന്നായിട്ട്
വിനിയോഗിക്കാം. ഈ ഫുഡ് ഡോട്ട് ബൈറ്റ്സ് കൊണ്ട് KFC ഉണ്ടാക്കിയിട്ട് ഞാൻ അത്യാവശ്യം ചിലർക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തത്. കമ്പനി അത് അക്സെപ്റ്റ് ചെയ്തു. ഇനിയും 2 റെസിപ്പി കൂടി ഞാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഹിന്ദി അറിയില്ല, ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. അപ്പൊ ഋത്തിക് സാറിന് രഘു സാർ അത് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ എല്ലാവരും എടുത്തും കുറച്ച് പ്രൊഡക്റ്റ് ma'am. റെഡി ആക്കി വെക്കാൻ പറഞ്ഞിരുന്നു. നമ്മുടെ കണ്ടിന്യൂ പ്ലേറ്റ്സ് ചെയ്തോളൂ. ഇതുപോലെ മാഡം അയച്ചു കൊടുത്ത ആ പ്രൊഡക്റ്റുകളും ഉണ്ടല്ലോ, റെസിപ്പിയും അത് അണ്ടർ പ്രോസസ് ആണ്. നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വീണ്ടും അതിനെ നമുക്ക് ചെയ്യിക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ. ഞാൻ എല്ലാവരും ഇട്ടും ബൈറ്റ്സ് ഇതുപോലെ വേവിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എല്ലാരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ 250 ഗ്രാം ചെറിയ ഉള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയും ഞാൻ റെസിപ്പിയിൽ പറഞ്ഞിരുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിയില ഉണ്ട്, കറിവേപ്പിന്റെ ഇലയുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഞാൻ നമ്മുടെ ചിക്കന്റെ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പുറത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ മസാലയാണ്. അത് കൂടാതെ തന്നെ ഞാൻ കുറച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാലപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഇത്തിരി എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അത് കൂടാതെ ഞാൻ നമ്മളുടെ കോൺഫ്ലാക്സ് അതിങ്ങനെ കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് കുറച്ച് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ സാധാ നമ്മുടെ വീട്ടിൽ വരുന്ന പാല്, ഈ പാലില് നമ്മൾ 2 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ച് ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി പാലിന് കട്ടി കുറവാണെങ്കിൽ ഒരല്പം കോൺഫ്ലോർ ഇതിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലിനൊരു ഇത്തിരി കട്ടി ഉണ്ടാവും. വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചിലർക്ക് അതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഫ്രൈ പാനിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കുക. അതിന് അളവൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് ഈ ഓയിലൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അത്യാവശ്യം വെന്തിട്ടുള്ളതാണ്. പിന്നെ ഉള്ളിയാണ് കുറച്ചൊന്ന് മൂത്ത് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ചില്ലി ഇടുന്നു. അതൊന്ന് നന്നായിട്ട് വഴണ്ട് ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിക്കാം. വെള്ളുള്ളിയുടെയും ഇതിന്റെ പച്ചമുളകിന്റെയും പച്ച മണം ഒന്ന് വിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഉള്ളി ഇത്രയും തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിൽ ചേർക്കാം. ഈ ഉള്ളി വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ചേർക്കാം. കുറച്ച് സമയം ചേർത്താൽ മതി. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് അത് ചെയ്യാം. നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും പുറത്തൊക്കെ ഈ KFCയുടെ മാത്രം സ്റ്റോളുകളുണ്ട്. വലിയ വരുമാനം കിട്ടുന്ന വിധത്തില് ഞാൻ ഗൾഫിലൊക്കെ പോയിട്ടാണ് കൂടുതലും ഇത് കഴിച്ചിരുന്നത്. അതിൽ ആ ചിക്കൻ എല്ലാവർക്കും അറിയാം,
ആ ചിക്കന്റെ ലെഗിലൊന്നും ഉപ്പോ മുളകോ മസാലയോ ഒന്നും പ്രത്യേകിച്ച് അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ കോട്ടിങ്ങിനാണ് അവരൊരു പ്രത്യേകത പറയുന്നത്. പിന്നെ അതിനോട് കൂടെ കഴിക്കുന്ന മയോനൈസ്. അപ്പൊ അതിന്റെ കോട്ടിങ്ങിന് അവർ ഉപയോഗിക്കുന്നത് കോൺഫ്ലാക്സ് തന്നെയാണ്. ഞാൻ 1-2 സ്ഥലത്ത് KFC പോയിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് തുറന്നൊക്കെ നോക്കി. അപ്പൊ അതിന്റെ ഏകദേശം സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല മസാല പിടിച്ചിട്ടുള്ള KFC ആണ്. ആ ചിക്കൻ ലെഗിന്റെ ഉള്ളില് ചിക്കന്റെ എല്ല് പോലെ ഒരു സംഭവം നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്യാം. സാറേ ആരെങ്കിലും ഒക്കെ ലൈവ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ തൽക്കാലം ഒരാളെ ചെയ്യുന്നുള്ളൂ. എന്നോട് പറഞ്ഞത് ഒരാള് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആരും കാണുന്നില്ല. എല്ലാവരും ലൈവ് ചെയ്യാത്തവര് വീട്ടിൽ ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ സാധിച്ചുള്ളൂ. എല്ലാവരും ചെയ്തു നോക്കണം. ഇത് ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാള വേണമെങ്കിലും ചെറുതായിട്ട് കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യാം. പക്ഷെ ചെറിയ ഉള്ളി ആവുമ്പോ അതിനൊരു ടേസ്റ്റ് വേറെയാണ്. ഇതൊരു 10 മിനിറ്റ് വേണം നമുക്കിതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഈ ചെറിയ ഉള്ളിയുടെ മണമൊക്കെ ഒന്ന് പോയി നമ്മൾ ബൈറ്റ്സും കൂടി ഇട്ട് വെച്ചോ. നമുക്കിതൊന്ന് ഇങ്ങനെ ചിക്കന്റെ ലെഗിന്റെ ഷേപ്പിലൊന്ന് ടൈറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മെൽറ്റായി വരണം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും എരിവിനനുസരിച്ചും നമുക്ക് ഇടാവുന്നതുള്ളൂ. അതുപോലെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ചെണ്ണെ മുളക് പൊടി ഇടുന്നുള്ളൂ. ഇതിൽ കുരുമുളക് പൊടിയും പച്ചമുളക് ഉള്ളത് കൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. നമ്മുടെ ചിക്കൻ മസാല അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. വീട്ടിൽ പൊടിച്ചിട്ടുള്ള നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് ഇത്. അതും ഞാൻ ഒരൽപ്പം ഇടുന്നുണ്ട്. കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. അതുപോലെ മല്ലിയിലയും വേപ്പിന്റെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്.
ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബൈറ്റ്സ് ചേർക്കാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഞാൻ നോമ്പായതുകൊണ്ട് ഉപ്പ് നോക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഓൾറെഡി ബൈറ്റ്സ് വേവിച്ചപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉരുളൻകിഴങ്ങിലും കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ ലൈവായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതേ ഉള്ളൂ. റോജ മേഡത്തിനൊപ്പം ലൈവ് പാചകം ചെയ്തുകൊണ്ട് രാജമ്മ മേഡം ഉണ്ട്. രാജമ്മ മേഡം ലൈവ് പാചകം ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവരും എഴുതിയെടുക്കുകയാണ്. ബിക്കോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നെങ്കിലോ എന്ന് വിചാരിച്ച എല്ലാവരും എഴുതിയെടുത്ത് നമുക്ക് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം സാറേ. അവരെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ ഇടട്ടെ. യെസ് 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 ഞാനത് പറയാൻ വന്നത്. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എന്നെയും റോജ മേഡത്തിനും വിളിക്കുക. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കഴിക്കുന്നതായിരിക്കും. അതെ അതെ, നമുക്ക് രണ്ടുപേർക്കും പോവാം. മാർച്ച് മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. അതെ അതെ, നോമ്പ് കഴിയിട്ട് നമുക്ക് പോവാം. അർജുൻ സാറിനെയും കൂടി വിളിക്കാം. അർജുൻ സാറിനെയും വിളിക്കാം. എന്റെ ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പികളും ടേസ്റ്റ് ചെയ്യുന്നത് രാജു സാറിന്റെ ഫാമിലി തന്നെയാണ്. അർജുൻ സാറും കൊറേയൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. സാറേ അതേ ഉരുളൻകിഴങ്ങ് ചേർക്കാണ്. ഓക്കെ. ചില കുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടില് അച്ഛന്റെ അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ KFC ചോദിച്ചിട്ട് വാശി പിടിക്കുമ്പോ അവര് സ്കൂളിൽ പോയ സമയത്ത് നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു പ്രസന്റേഷനും കൂടി കാണിച്ചു തരാം. ഇതെങ്ങനെ നമുക്ക് ആളുകൾക്ക് കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്യാം. നമ്മളൊരു KFCയുടെ ഷോപ്പിൽ പോയിട്ട് കഴിക്കുമ്പോ എന്താണ് അവർ ഇതിന്റെ കൂടെ നമുക്ക് തരുന്നത്, അതും കൂടി ഞാൻ ഇന്നിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതെല്ലാം നമ്മുടെ അർസിമിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ കുട്ടികളൊക്കെ ശരിക്ക് നമുക്ക് ഒരു പേപ്പറിന്റെ കവർ പോയി മേടിക്കുക വേണമെങ്കിൽ. എല്ലാവർക്കും അറിയണം, ഒരു വലിയൊരു ടിന്ന് മിറാണ്ടി ഉണ്ടാവും, പിന്നെ അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറെ അതിൽ ആഡഡ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. മക്കള് സ്കൂൾ വിട്ട് വരുമ്പോ അവർക്ക് കൊടുത്തിട്ട് ശരിക്ക് നമുക്ക് അതുകൊണ്ട് നല്ല എന്താ പറയാ, ഇപ്പൊ ഞാൻ കാശുണ്ടാക്കാം. കുറച്ച് സമയം കൂടിയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് സെറ്റ് ആവുമ്പോ കുറേയും കൂടിയും ടേസ്റ്റ് ആണ്. നമുക്കിപ്പോ സമയം അധികം ഞാൻ എടുക്കാത്തത് കൊണ്ട് ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചത് കൊണ്ടും ഞാൻ വേഗം തന്നെ അത് ബാക്കിയും കൂടി ഞാൻ കാണിക്കാം. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇതിൽ ഇത്തിരി ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പൊ ഒരല്പം ഉപ്പ് ഇത്തിരി കുറവായിരിക്കും. അപ്പൊ ഞാൻ ലേശം ഉപ്പും കൂടി ഇതിൽ ഇടാണ്. എരിവും ഒക്കെ കുറവാണെങ്കിൽ ചെയ്യാം.
ഇതിപ്പോ ഏകദേശം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ടെസ്റ്ററിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പിടിക്കുമ്പോ കൈകൊണ്ട് നമുക്ക് ശരിക്കും ആ ഷേപ്പിലാക്കാൻ പറ്റും. ഇനി അഥവാ ആരെങ്കിലും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഷേപ്പിൽ പിടിക്കാനായിട്ട് പറ്റില്ല, ഇത്തിരി ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ നമ്മുടെ വറുത്ത അരിപ്പൊടി, എനിക്കിപ്പോ ഇതിലിടേണ്ട ആവശ്യം വരുന്നില്ല, വറുത്ത അരിപ്പൊടി ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ചിട്ട് ഇങ്ങനെ നുള്ളി ഇട്ടിട്ട് ഒന്ന് അത് ടൈറ്റ് ചെയ്ത് വരുമ്പോ നമുക്കിത് ചൂടാറുന്ന സമയമാകുമ്പോഴേക്കും ഇത് ശരിക്കും ടൈറ്റ് ആവും. അരിപ്പൊടിയോ നമ്മുടെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോർ അതിന്റെ പൊടി എന്ത് വേണമെങ്കിലും നമുക്ക് അധികമല്ല കുറച്ചൊന്ന് ഇതിപ്പോ ഇത് ശരിക്കും ബൈറ്റ്സ് വേവിക്കുമ്പോ ആ വെള്ളം ഇല്ലാതെ അത് ഗ്രേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ശരിക്കും ഇതേപോലത്തെ ടെസ്റ്ററിൽ കിട്ടും. ചിലപ്പോ ആ വേവിച്ച വെള്ളം അടക്കം മിക്സിയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ പെടും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഇത് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. ഓക്കെ, ഇത്രയും ആവുമ്പോൾ നമ്മളുടെ ഈ ഒരു ചിക്കൻ ലെഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് റെഡിയാണ്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഒന്ന് ചൂടാറണം. ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബെനിഫിറ്റ് ഇതിന് മാറ്റണതുണ്ട്. കാരണം ഇത് ഫ്രൈ പാൻ നല്ല ഹീറ്റ് അല്ലേ, അപ്പൊ പെട്ടെന്ന് ചൂടാറില്ല. അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് ഞാൻ ഇതിനെ മാറ്റാണ്. ചൂടുണ്ട്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ പീസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതല്ലെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴത്തിന്റെ ഉള്ളിലത്തെ കഷ്ണമായിട്ടും ഇതുപോലെ എടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ കാലിന്റെ ഉള്ളിലത്തെ എല്ലിന് പകരം വെക്കുന്നത്. അത് ഇതിന്റെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ആ ഷേപ്പ് കിട്ടും. ഇവിടെ ഇങ്ങനെ ഞാനിപ്പോ ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള ബൈറ്റ്സിന്റെ കൂട്ട് ഇങ്ങനെ എടുക്കാം. വെറുതെ കണ്ടോ, ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക, ഇതിനിങ്ങനെ കവർ ചെയ്യുക. കാണുന്നുണ്ടോ എല്ലാവർക്കും? ആ കാണുന്നുണ്ട് മാഡം. ഇതിപ്പോ മാഡം ഈ ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ അത് ബനാന പഴുത്ത പഴത്തിന്റെ ഉള്ളിൽ പീസ് ഉരുളൻകിഴങ്ങ് മതി. എന്താ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ പീസാക്കിയിട്ട് മുറിച്ചെടുത്താലും മതി. ഇത് പച്ചയല്ലേ, പച്ച ഉരുളൻകിഴങ്ങല്ലേ? ഇത് പച്ച ഉരുളൻകിഴങ്ങാണ്, പക്ഷെ ഇത് വേവുമ്പോ അതിന്റെ കൂട്ടത്തിൽ വെന്തോളും. ഓക്കെ ഓക്കെ ഓക്കെ. അതല്ല, ഇനി കുറച്ചും കൂടിയൊക്കെ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ ഒന്ന് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഇതുപോലെ എല്ലാവർക്കും ഇതേ ഷേപ്പിൽ ചെയ്യാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. കണ്ടോ? ഓക്കെ.
ഇതെന്തായാലും നമ്മളിനി ഇത് വറുത്തെടുക്കുമല്ലോ, അപ്പൊ അത് വെന്ത് പോവും. ഓക്കെ ഓക്കെ ഓക്കെ. ദേ, കാണാണ്ടോ? യെസ് യെസ്, കാണാം കാണാം, ക്ലിയർ ആണ്. ഓക്കെ, ഭംഗിയില്ലേ? ഓ ഭംഗിയുണ്ട്. ഇതിനി നമ്മളിങ്ങനെ വെച്ചിട്ട് വറക്കണ നേരത്ത് കുറച്ചും കൂടി ഇത് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ആയിട്ട് കേട്ടോ. യെസ് യെസ്, കാണാം, ഇത് ക്ലിയർ എത്ര ആണ്. വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതെല്ലാതും ചെയ്യണം സാറേ? അത് 2-3 ചെയ്തിട്ട് ഞാനൊന്ന് പ്രസന്റ് ചെയ്താൽ മതിയോ? ടൈം അത് മതി എങ്ങനെയാ? അത് മതി. മതി മതി, നമ്മൾ സമയം അധികം കളയേണ്ട, ഒരു 4-എണ്ണം ആക്കിക്കോളൂ. ഒരു 4-എണ്ണം ഒരുമിച്ച്, എത്രണ്ണം ഒരുമിച്ച് ഉറക്കാൻ പറ്റും? അല്ല, ഞാൻ അത് ഓരോന്നായിട്ട് പുറത്തെടുക്കുക, കാരണം അത് ഓരോന്നായിട്ട് പൊട്ടിപ്പോകാൻ അപ്പൊ പാടില്ലല്ലോ. മതി മതി, അത് മതി അപ്പൊ അത് മതി. ഞാനൊരു 3 വറുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യെസ് യെസ്, അത് മതി അത് മതി. ബാക്കി ആർക്കൊക്കെ ഇത് കഴിക്കേണ്ടതെന്ന് ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അർജുൻ സാറേ, യെസ് യെസ് യെസ്, വരാം വരാം വരാം. ഉണ്ടല്ലോ. ഇന്നിപ്പോ ഇവിടെ കൂടപ്പുഴ വരുന്നല്ലോ, 5 മണി. മാഡം വരുന്നുണ്ടോ? ഇന്ന് വൈകിട്ട് 5 മണിക്ക് വരുന്നുണ്ടോ? അയ്യോ സാറേ, ഞാൻ ഇന്ന് കുറച്ച് കഴിയുമ്പോ കണ്ണൂര് പോവും. ഓക്കെ, യെസ് മാഡം പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയതാ. ശരി ശരി, ഓക്കെ ഓക്കെ. ജ്യോതി സാറ് ഓൾറെഡി പോയിട്ടുണ്ട്. ഇനി ഞാനും ഇക്കയും കൂടി കുറച്ച് കഴിയുമ്പോ പോണം. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഈ പാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പാല് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. ആ പാലില് നമ്മൾ ഇതിനെങ്ങനെ ഒന്ന്, ഇതിലാണ് ഞാൻ പറഞ്ഞത് 2 വെള്ളുള്ളി ഇതിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇത് ഒന്ന് നനച്ചു കൊടുക്കുക. ആ നനച്ചു കൊടുക്കണത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺഫ്ലോർ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടോ? കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തപ്പോ യെസ് യെസ്, സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ ഇനി വറക്കാണ്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു. എന്താ സാറേ? ഇപ്പൊ വറക്കാതെ തന്നെ, അത് ഫ്രൈ ചെയ്യാതെ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയും. ചേട്ടാ, നമ്മളുടെ കോൺഫ്ലെക്സ് പൊടിച്ചതാണ് അത്, അല്ലേ? നമ്മളുടെ ആർസിഎമ്മിന്റെ കോൺഫ്ലെക്സ് പൊടിച്ചതല്ലേ? യെസ് യെസ്. കാണാം കാണാം. മാം, മാഡത്തിന്റെ വീഡിയോ പോയല്ലോ. കോള് വന്നു. ഒരു കോൾ വന്നതാണ് കേട്ടോ, സോറി. യെസ് യെസ്, ക്ലിയർ ആണ് ക്ലിയർ ആണ്. നമ്മള് ആദ്യത്തെ ചെയ്തു, ഇതേ രണ്ടാമത്തെ കൂടി നമ്മൾ അങ്ങനെ കോൺഫ്ലോറിൽ ടിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തെ നമ്മൾ എടുക്കുന്നു. ഇതേപോലെ തന്നെ പാലില് മുക്കി എടുക്കുന്നു. ഈ പാല് തേങ്ങാപ്പാലായാലും പശുമ്പാലായാലും കുഴപ്പമില്ല. അതിൽ നമ്മൾ 2 വെള്ളുള്ളി ചേർക്കുകയാണെങ്കിൽ അതിന് വേറെ ഒരു ടേസ്റ്റും കൂടി കിട്ടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്.
ഓക്കെ. വറുക്കാൻ വേണ്ടി ഞാൻ ഓയിൽ ഒഴിക്കുകയാണ് വേറെ പാത്രത്തിലേക്ക്. നന്നായിട്ട് ഓയിൽ ചൂടാവുമ്പോ വേണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം എന്റെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. അതെല്ലാം അടച്ചെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് ഇത് എങ്ങനെ ആളുകൾ വരുമ്പോ നല്ല ഫ്രഷായിട്ട് ഇതിനെ പ്രസന്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. പ്രമീള മേഡം എഴുതിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നു. ഇനി വറുക്കുന്നതിന് മുമ്പ് തന്നെ വായിൽ വെള്ളം വരുന്നു. വറുത്ത് തൃശ്ശൂർ ബസ് കയറിന്റെ അടുത്താണ് ശക്തൻ സ്റ്റാൻഡിന്റെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ഓയില് ചൂടോടുകൂടി കോരി വയ്ക്കുമ്പോൾ നമുക്കത് വേഗം ഫ്രൈ ആയി കിട്ടും. അധികം സമയമൊന്നും വേണ്ട. ഉള്ളിലത്തൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ടേ ഒരെണ്ണം ഓൾറെഡി ഫ്രൈ ആയിട്ടുണ്ട്. എത്രയും നേരത്തെ ആവശ്യമുള്ളൂ. അപ്പൊ ആരൊരാൾ ചോദിക്കുന്നുണ്ട് ഹോം ഡെലിവറി ഉണ്ടോന്ന്. പ്രമീള മേഡം പറയുന്നു ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ. നമ്മളെ എല്ലാ സാധനങ്ങളും അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വളരെ സിമ്പിളാണ്. ഞാൻ ഇന്ന് കണ്ണൂർ പോകേണ്ട കാരണം ഞാൻ ദേവസാറിന്റെ അടുത്ത് ഇങ്ങനെ ഇച്ചിരി തയ്ച്ചു പറഞ്ഞത്. എനിക്കിനി എന്റെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഒതുക്കി പിടിച്ച് വെക്കണമല്ലോ. അത് കാരണമാണ്. ഇപ്പൊ ഞാൻ മൂന്നാമത്തെ ഇടാണ്. റോജ മേഡം ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി കരുകുറ്റിയിൽ കൊണ്ടുവന്നപ്പോ അന്ന് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയായിരുന്നു. നമ്മള് മറ്റേ ചാലക്കുടിയിലെ ചാലക്കുടി, സോറി, കരുകുറ്റിയിലെ ചാലക്കുടിയില്. ഗുഡ്ഡോട്ടിന്റെ പ്രോഗ്രാമിന്റെ അതെ 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 അതെ. ഇതാ മുംതാസ് സുബൈർ മേഡം പറയുന്നത് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കുന്നത്. മുംതാസ് സുബൈർ മേഡം എന്തായാലും ഇതിൽ കയറി ഉണ്ടാക്കുന്നതാണ്. ബിജുസലി മേഡം പറയുന്നില്ല എല്ലാവരും വായിൽ വെള്ളം വരുന്നത് ഇപ്പൊ തന്നെ കൊതിയാവണമെന്ന് പറയാ.
ഒരു ട്രേയിലേക്ക് ഞാനിത് നല്ല ചൂടുണ്ട്, ഞാൻ വെക്കാണ്. 3 എണ്ണം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി ഞാൻ ഇത്തിരി കഴിയുമ്പോഴേക്കും ഉണ്ടാക്കും. അപ്പൊ ദാ 3 എണ്ണം വെച്ചു. നമുക്ക് എല്ലാവർക്കും മയോനൈസ് ഉണ്ടാക്കാൻ അറിയാലോ അല്ലെ? അറിയാത്തവരുണ്ടായിരിക്കും, അറിയാത്തവരും ഉണ്ടാവും. മാഡം ഒന്ന് പറഞ്ഞോളൂ. ഇത് Just ഞാൻ ഒന്ന് പറയാം. brief ആയിട്ട് ഇത് പറഞ്ഞാൽ മതി. മയോനൈസ് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ മയോനൈസ് കൊടുക്കണം. പിന്നെ നമ്മളുടെ ഈ 3 സോസിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ ഉപയോഗിക്കാം. അതില് ഓക്കെ, സെജുവാൻ ആയിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? കുറച്ച് സെജുവാൻ ആവുമ്പോ കുറച്ച് ചട്പട്ട ഇതാണ് കൂടുതലായിരിക്കും. കുറച്ച് ടേസ്റ്റ് കൂടുതൽ. ഇതിനോട് ആർക്കും വലിയ ഈ ഖജൂറിനോട് താല്പര്യമില്ല. ഇതൊരു ഇഞ്ചമ്പുളിയുടെ ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. അതെ അതെ, ഖജൂറുമില്ലി. അപ്പൊ നമ്മള് ഇതിൽ ഏത് സോസ് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ നമ്മള് പുറത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മള് KFC കഴിക്കുമ്പോ ഇതുപോലെ കുറച്ച് ബെന്നിങ്ങനെ നമുക്ക് തരും. ബെന്നും കൂടെ കിട്ടും. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പൊ ഇതൊരു 2 പീസ് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇതിന്റെ കൂടെ കുടിക്കാനായിട്ട് കൊടുക്കണ്ടേ? ഇത് നമ്മുടെ ഓറഞ്ചും മാംഗോയും കൂടി ഒന്നിച്ച് മിക്സിയിൽ ഞാനൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. സ്ക്രഞ്ച് ഓറഞ്ചും സ്ക്രഞ്ച് മാംഗോയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്. സ്ക്രഞ്ച് ഓറഞ്ചും സ്ക്രഞ്ച് മാംഗോയും കൂടി ഒരുമിച്ച് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മള് 2 ഗ്ലാസ് ഡ്രിങ്ക്സും കൂടി ഉണ്ടാക്കാൻ പോവാം. ഇനി ഈ അളവിലേക്ക് ഈ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിനി നമുക്ക് കൊക്കക്കോളയും മിറാണ്ടയും പോലെ വേണമെങ്കിൽ നമ്മൾ മേടിക്കുന്ന ക്ലബ് സോഡ അത് മേടിക്കാം. പൊട്ടിക്കുക. സോഡ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒഴിക്കുന്നു. ഓക്കെ, സൂപ്പർ. നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്തതാണ്. എന്നാലും കുട്ടികളെ പറ്റിക്കാനായിട്ട് നമ്മൾക്ക് ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നതിന് പകരം കുട്ടികളെ പറ്റിക്കാനായിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഇങ്ങനെ എല്ലാം കൂടി ഒരു ട്രേയില് വെച്ചിട്ട് നമുക്കൊരു ഷോപ്പ് തുടങ്ങാം. ഓക്കെ, ഈ 2 ചിക്കൻ ലെഗും ഇതുപോലെ 2 ഡ്രിങ്ക്സ് ഒക്കെ കൂടി നമുക്കൊരു 200 രൂപയ്ക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി മയോണൈസ് ഉണ്ടാക്കണത് എങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് പാലെടുക്കുക. ഒരു ഗ്ലാസ് പാലെടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ചെറിയ വെള്ളുള്ളി, ഒരു ചെറിയൊരു വെള്ളുള്ളി അല്ലി കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിക്കുക. ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് അതിൽ കുറച്ച് ഒഴിക്കുക. ഒരു അരമുറി ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് ശർക്കയോ ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഹെൽത്ത് ഗാർഡ് ഓയിൽ ഒഴിക്കുക. ഒന്നും കൂടി അടിക്കുക. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക. അങ്ങനെ അത് നമ്മൾ ഈ ഒരു ടെക്സ്ചറിലേക്ക് ആകുന്ന വരെ നമ്മൾ അതിങ്ങനെ മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടോ? സൂപ്പർ സൂപ്പർ. ഒരു നുള്ളു ഉപ്പിടുക. 2 തരി കുരുമുളക് പൊടി കൂടി ഇടുക. അപ്പൊ അതിന് വേറെ ഒരു ഇത്തിരി ഉപ്പും എരിവൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിനെ ഒന്നും കൂടി ടേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട്
ഇതിൽ കൂടി ഒന്ന് അരച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വീട്ടില് ഇതൊക്കെ നമുക്ക് മുട്ടയോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും ചേർക്കാതെ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. യെസ് എല്ലാവരും യെസ് മാം, ഉണ്ടാക്കാൻ താങ്ക് യു സാർ സോ പറഞ്ഞ മച്ച്. പോലെ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോട്ടോ അടക്കം ഇതിന്റെ ഫീഡ്ബാക്ക് പറയാം. ഞാനിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച്. ഇപ്പോ എന്താണ് ഒരു പൂ ചോദിച്ചു ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെയായി. നമ്മൾക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത് KFC ആയിരുന്നു. ഇപ്പൊ KFCയോടൊപ്പം നമ്മൾക്ക് എല്ലാം ഉണ്ട്. എന്താണ് KFC ഉണ്ടാക്കി തന്നു, ഒപ്പം നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി തന്നു, മയണൈസ് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു. എന്തൊക്കെയാ പഠിപ്പിച്ചേ നമ്മൾക്ക്? ഇത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു തന്നു മാം. എന്തായാലും ബിസിനസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പറഞ്ഞു ഒരു 2 KFC പ്ലസ് ഒരു ഡ്രിങ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം ഈ സോസുകൾ നമ്മുടെ സെസ്വാൻ ചട്നിയോ അല്ലെന്നുണ്ടെങ്കിൽ മയനൈസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി 200 രൂപ വരെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇതിനൊക്കെ നമ്മൾക്ക് മാഡത്തിന്റെ നമ്പർ തരുമോ എന്നാണ് പറയുന്നത്. മാഡത്തിന്റെ നമ്പർ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. മാഡത്തിന്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോളൂ മാഡം. അത് കൊടുക്കാൻ പറ്റും, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോളൂ. അല്ല കുഴപ്പമില്ല, ആരൊക്കെയാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. ഞാനിപ്പോ എന്റെ കയ്യിൽ എണ്ണയും ഇതുള്ളത് കൊണ്ട് ഞാൻ മൊബൈലിൽ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ നമ്പർ പറയാം. 70 നമ്പറാണ് എഴുതിയെടുത്തോളൂ. 7025 68 68 6314 6314. ഞാൻ ചാറ്റിൽ വിട്ടിട്ടുണ്ട്. എല്ലാവരും എഴുതിയെടുക്കുകയാണെങ്കിൽ ചാറ്റിൽ നോക്കിയിട്ടാലും എഴുതിയെടുക്കാം. ചാറ്റിൽ വിട്ടിട്ടുണ്ട് റോജ മാമിന്റെ നമ്പർ. അപ്പോ താങ്ക് യു സോ മച്ച് റോജ മാം, താങ്ക് യു. ഇപ്പോ ഇത് കണ്ടിട്ട് ഇപ്പൊ ഇനി അടുത്തത് ഡിജിറ്റൽ സെലിബ്രേഷൻ ആണ്. ഡിജിറ്റൽ സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. ഡിജിറ്റൽ സെലിബ്രേഷന് മുമ്പ് ആർക്കെങ്കിലും ആദ്യം കൈ ഉയർത്തുന്ന 2 പേർക്ക് ഒരു അഭിപ്രായം പറയുന്ന അവസരമുണ്ട്. റോജ മാഡത്തിന്റെ ഒരു ഇത് കിട്ടിയതുകൊണ്ടാണ്. ജോബി ജോസഫ് സാർ ഫസ്റ്റ് കൈ പോക്കിയിട്ടുണ്ട്. ആൻഡ് പ്രമീള സന്തോഷ് മാഡം. ഇനി വേറെ ആരും കൈ ഉയർത്തേണ്ട, വേറെ ആർക്കും ചാൻസ് ഇല്ല. ഫസ്റ്റ് കൈ ഉയർത്തിയ ജോബി സാറിന് അൺമ്യൂട്ട് ചെയ്യാം. നമസ്കാരം. JRC സാർ. രഘു സാറ് പറഞ്ഞ പോലെ ഒരു പൂ ചോദിച്ചു, മാഡം നമുക്കൊരു പൂക്കാലം തന്നെ തന്നു. യാതൊരു സംശയമില്ല. മാഡത്തിന്റെ എന്താ പറയാ മാഡത്തിന്റെ സാറിന്റെ ഒരു വാസനയാണ് സാറിന്റെ നെറ്റ്വർക്കിന് എന്ത് ഇഷ്യൂ? സാർ ഒരു കാര്യം ചെയ്യൂ, ഇപ്പൊ സാറിനെ കണ്ടിട്ടുണ്ട്, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ടൊന്ന് സംസാരിച്ചു നോക്കിയാൽ നെറ്റ്വർക്കിന്റെ എന്ത് ഇഷ്യൂ വരുന്നുണ്ട്. സാറ് വീഡിയോ ഓൺ ചെയ്തോളൂ. ഞാൻ ഓഫ് ചെയ്യാം വീഡിയോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാറ് ഒന്ന് ഇനി പറഞ്ഞു നോക്കൂ. വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയൂ. ഇല്ല, ഇടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട് സാറിന്റെ. പറയൂ. വൺ സെക്കൻഡ്, ഞാൻ ഓപ്ഷൻ തരുന്നുണ്ട്. താങ്ക് യു JRC. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നൗ ക്ലിയർ ആണ്, പറഞ്ഞോളൂ സാർ. ക്ലിയർ ആണ്. അപ്പോ നമസ്കാരം, എൻ്റെ പേര് ജോബി. ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. റോജ മാഡത്തിന്റെ ടീമിലുള്ളതാണ്. ഇപ്പോ കണ്ണൂരാണ്. അപ്പോ റോജ മാഡത്തിന് ജന്മസിദ്ധമായ ഒരു വാസനയാണ് ഭക്ഷണം പാചകം ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ജന്മസിദ്ധമായ ഒരു വാസനയാണ് സെയിൽസ് ചെയ്യാന്നുള്ളത്, ടീമിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഇതെല്ലാം ഇന്നത്തെ പ്രിപ്പറേഷനിൽ മാഡം എല്ലാവരും പഠിപ്പിച്ചു കൊടുത്തു. അതായത് ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യാന്ന് പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് എങ്ങനെ കാശുണ്ടാക്കാന്ന് പഠിപ്പിച്ചു തന്നു. ഇനി മാഡം ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോണെന്നും ടീം വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മുടെ സ്വന്തം സ്ഥലത്ത് മാത്രമാണോ ചെയ്യേണ്ടതെന്നും അതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ചെറിയ ടൈം സ്പാനിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഗ്രേറ്റ് മാം.
അടിപൊളി, കൺഗ്രാചുലേഷൻ, Thank you. സൂപ്പർ. അതായത് രഘു സാറ് പറഞ്ഞ പോലെ പൂ ചോദിച്ചു, പൂക്കാലം തന്നു. അതായത് ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, അതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്ന് വരെ മാഡം പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. അടിപൊളി. ജോബി സാറേ Thank you, sir. താങ്ക് യു. Thank you. ഇതിന് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ന് വീഡിയോ അറേഞ്ച് ചെയ്ത് തന്നതും ഒക്കെ അടുപ്പിച്ച് തന്നതും ഇക്കയാണ്. ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അതായത് അതെ, ഞാനും റൈറ്റ് ഹാൻഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടായിരുന്നു. കംപ്ലീറ്റ് എല്ലാം സെറ്റ് ചെയ്തത് ഷംസുദ്ദീൻ സാറാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇടയ്ക്ക് ഓരോന്ന് ബേസനൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, ആളെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച ആരാന്ന്, പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഷംസുദ്ദീൻ സാർ താങ്ക് യു സോ മച്ച്. ഷംസുദ്ദീൻ സാർ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മള് ഫാമിലിയോടൊപ്പം ചെയ്യുന്ന ബിസിനസ് അല്ലേ സാർ ഇത്? അതെ. ഫാമിലി അപ്പൊ കൂടി അടുത്തത് എന്താ പ്രശ്നം? പ്രമിള മേഡം സംസാരിച്ചോളൂ. താങ്ക് യു രഘു സാർ. സൂപ്പർ. റോജ മാഡം ഉണ്ടാക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫുഡൊക്കെ ഞങ്ങൾക്കും കഴിക്കാൻ അവസരം കിട്ടാറുണ്ട് സ്റ്റേജിന്റെ ബാക്കിലേക്ക് ഇരുന്ന്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു KFC. ഞാൻ ബർഗറാണ് ഉണ്ടാക്കിയത്, മാഡം KFC ആണ്. ഇപ്പത്തെ എന്താ പറയാ, ന്യൂജൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ പ്രൊഡക്റ്റ് ആണ്. എന്തായാലും ഞാൻ ഇന്ന് ട്രൈ ചെയ്യും. ഇന്നിപ്പോ ഷോപ്പിലെ ആള് ലീവാണ്, അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ലൈവായിട്ട് കുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. എന്താ പറയാ, നമ്മുടെ റോജ മാഡം അടിപൊളി എല്ലാ ടിപ്സും പറഞ്ഞു തന്നു. മയോണൈസ് എങ്ങനെയാ കട്ടി വരുന്നത്, എനിക്ക് ഇച്ചിരി വെള്ളം പോലെ വരാറുണ്ട്. അപ്പൊ ആ നാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോ ഓക്കെ ആവും എനിക്കിപ്പോ തോന്നുന്നത്. ഒരു പിരിച്ചില് വരുമ്പോ, പാലൊന്ന് പിരിഞ്ഞു വരുമ്പോ ഓക്കെ ആവും. താങ്ക് യു റോജ മാം. നല്ലൊരു KFC എല്ലാവർക്കും കഴിക്കാൻ സാധിക്കട്ടെ. നോമ്പായിട്ടും കൂടി മാഡത്തിന് ഒരു തുള്ളി ടേസ്റ്റ് നോക്കാൻ പറ്റാതെ പോലും മാഡം ഈ ഒരു എഫേർട്ട് എടുത്തത് നമ്മുടെ ഗുഡ്ഡോട്ടിനും RCMലും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് മാഡം ഇത്ര എഫേർട്ട് എടുത്തു. അപ്പൊ ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. JRCM, ഗുഡ് RCM, ഗർഗർ ഗുഡ് ഡോട്ട്, ഹർഗർ ഗുഡ് ഡോട്ട്. താങ്ക് യു മാം. താങ്ക് താങ്ക് യു യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രമിള, താങ്ക് യു വെരി മച്ച്. അടുത്തത് ലൈവ് പാചകം ചെയ്ത രാജമ്മ മേഡത്തിന് ഒരു സമയം കൊടുക്കുകയാണ്. രാജമ്മ മേഡം പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടെൽ ഹൗ വാസ് ദ കുക്കിംഗ് ആൻഡ് ഓൾ. ജയ് ഗുഡ് ഡോട്ട്, JRCM സാർ ഞാനും ഉണ്ടാക്കി. എല്ലാം ഞാൻ മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ പാചകം ചെയ്തു. ഞാൻ വറുത്തും എടുത്തു, 4 ഞാൻ വറുത്തെടുത്തു. പക്ഷെ അത്ര ടേസ്റ്റ് ആണോന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാന് ടൊമാറ്റോ പൊടിച്ചെടുക്കാൻ പറഞ്ഞു. പക്ഷെ മിക്സി വെച്ച് ഞാനൊന്ന് അടിച്ചപ്പോഴത്തേക്ക് അതങ്ങ് വെള്ളം പോലെ ആയിപ്പോയി. വെള്ളമൊന്നും ഒഴിച്ചില്ല, പൊട്ടറ്റോ മാത്രമാണ് ഇട്ട് ഞാന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു കുറവ് ഉണ്ട്. പക്ഷെ എങ്കിലും ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തപ്പോ എനിക്ക് ഉരുട്ടിയെടുത്ത് പിന്നെ എണ്ണയിലിട്ട് പിന്നെ വറുത്തെടുത്തപ്പോഴത്തേക്ക് അതുപോലൊക്കെ തന്നെ വന്നു. പക്ഷെ അത്രയും മാഡം ഉണ്ടാക്കിയ പോലെ അത്രയും ഒന്നും നന്നായി വന്നിട്ടുണ്ടാകത്തില്ല. എങ്കിലും ശരി, ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു മാം, താങ്ക് യു. ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ അതെ, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്നും കൂടി ആയിക്കോളും. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ നമുക്ക് അധികം സമയം കളയേണ്ട, നമ്മളുടെ അടുത്ത ഡിജിറ്റൽ റോജ മാഡം എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എടുത്ത് കാണിക്കുന്നുണ്ട്, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മളൊന്നേ വെറുതെ വീട്ടിലിരിക്കുമ്പോ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നല്ല ഷേപ്പിലാക്കി നോക്കി കഴിഞ്ഞാൽ ശരിയാവും. മാഡം ടെൻഷൻ അടിക്കണ്ട. ശരി മാഡം, ശരി. പൊട്ടറ്റോ വേവിച്ചിട്ടേ നമ്മളിങ്ങനെ കൈകൊണ്ട് ചൂടാറിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. മിക്സിയിൽ അടിക്കണമെന്നില്ല. പൊടിച്ചാൽ മതിയായിരുന്നു. കൈ കൊണ്ട്, അല്ലെങ്കിൽ കല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് പൊടിച്ചാൽ മതിയായിരുന്നു. അതെ, ഓക്കെ മാഡം. ശരി. താങ്ക് യു രാജ മാം, താങ്ക് യു. താങ്ക് യു സാർ. അപ്പോ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ലൈവ് ഇതുണ്ടായിരിക്കും. പാചകത്തിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ILCT മാർച്ച് ബാച്ച് നടക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും അതിലേക്ക് വരിക. ഇനിയിപ്പോ അടുത്തതായിട്ട് നമ്മളുടെ ഇതാണ് ഡിജിറ്റൽ സെലിബ്രേഷൻ ആണ്. Ritik sir, now we go to digital celebration. Yes sir, but sir, I want to speak about Rosa ma'am. Yes, sure. This ma'am has made this spectacular dish. I would say that KFC को मैम ने बीट कर दिया है. मतलब ऐसा कहा जाए कि मैम अपना डॉट का खुद का वेज KFC बना सकते हैं. ग्रेट मैम, ग्रेट. बहुत ही अच्छी रेसिपी और बहुत ही अच्छा प्रेजेंटेशन आपका था. आपने बहुत सारी चीजें बनाई और बहुत अच्छी तरीके से बनाई और बहुत ही अच्छा. ग्रेट मैम.
താങ്ക് യു സർ, It was താങ്ക് യു really സോ great. മച്ച്. താങ്ക് യു. मैम അപ്പോ आप और भी സാർ कोई പറഞ്ഞ ऐसी और भी ऐसी कोई यूनिटिव रेसिपी बनाए तो हमें जरूर कांटेक्ट करिए, हम फिर से आपका सेशन रखेंगे. सो ये सिलसिला हमेशा चलता रहेगा. मैडम ऑलरेडी 2 रेसिपी और भेज रखे हैं, वो अभी मैं अभी विशाखा से बात करूंगा, फिर उसके बाद फिर वो करेंगे. आप देख लेने के बाद 2 और भेज रखे हैं, कोई बात मैम नहीं, तो वो फिर बाद में अपनी कर लेंगे. फिर तो सर ऐसा हो जाएगा कि रेसिपी बुक गुड डॉट को बनानी पड़ेगी मैम के नाम से. യെസ് 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 ഷുവർ ഷുവർ ഷുവർ. ഇപ്പൊ സാറ് പറഞ്ഞതെന്ന് വെച്ചാല് KFC ഇന്റർനാഷണൽ ചെയിൻ ആണ്. ഇന്റർനാഷണൽ ചെയിൻ ആയിട്ടുള്ള KFCനെ ബീറ്റ് ചെയ്തുകൊണ്ട് റോജ മേഡത്തിന്റെ ഗുഡ് ഡോട്ടിന്റെ KFC വന്നിരിക്കുകയാണ്. വളരെ സൂപ്പർ ആയിട്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾക്ക് അടുത്തത് ഡിജിറ്റൽ സെലിബ്രേഷൻ ആണ്. ഡിജിറ്റൽ സെലിബ്രേഷൻ ബാച്ച് 6 and 7 എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ കുറച്ച് അസൗകര്യങ്ങൾ കാരണം ഹോളി സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നില്ല. അപ്പൊ ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ സെലിബ്രേഷൻ ആണ്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ആരും ലിങ്കിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. കുറച്ച് പേരുണ്ട് ആ ഡിജിറ്റൽ സെലിബ്രേഷൻ നടക്കാമെന്ന്. ഡിജിറ്റൽ സെലിബ്രേഷനിൽ വന്നിട്ടുള്ള എല്ലാവർക്കും വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. നമ്മൾ വരുമ്പോൾ അവരുടെ ഫോട്ടോ വരും, അവരുടെ പേര് വരുമ്പോൾ അവര് ഹാൻഡ് റൈസ് ചെയ്താൽ അവർക്ക് അവരുടെ സന്തോഷം പങ്കിടാനുള്ള അവസരം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. യെസ് സർ. सो जैसे कि आज का ग्रेट सेशन रहा, अब हम बढ़ते हैं आज के अगले सेशन की तरफ, वो है डिजिटल सेलिब्रेशन. ये डिजिटल सेलिब्रेशन उन लोगों का है जिन्होंने 500 पीवी करा है डॉट से, मिनिमम 500 और अपना बिल भेजा है 7 से लेकर 20 मार्च तक. तो उनका ये डिजिटल सेलिब्रेशन है. एक ये ऐसा सेलिब्रेशन है जिसके अंदर आप अपनी बात रख सकते हैं, आपको कैसा लग रहा है डॉट के बारे में, आप डॉट यूज कैसे कर रहे हैं और आपने कैसे 500 करते, ये एक पूरा सेलिब्रेशन रहता है. तो इसमें ग्रेट अचीवर्स आते हैं हमारे, तो ये सारे अचीवर्स हैं आज के. और आप देख सकते हैं जो अर्निंग लेवल पर जितने भी हमारे शेफ्स हैं उनके सबके फोटोज इसमें रहते हैं. तो थैंक यू सो मच पूरी गुड डॉट की टीम तरफ से कि आप सब जो शेफ हैं, गुड शेफ ट्रेनर्स हैं, वो रेगुलरली पार्टिसिपेट कर रहे हैं इस प्रोग्राम में. तो गुड डॉट आपको हार्टली अगर कहूँ तो थैंक यू कहना चाहता है फ्रॉम द बॉटम ऑफ द हार्ट सब. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ നേരത്തെ 2 ആഴ്ചയിലാണ്. അപ്പോ വന്നിട്ടുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യുക, പേര് വന്നവര്. അപ്പോ അവർക്ക് സന്തോഷം പങ്കിടാനുള്ള അവസരമുണ്ട്. എല്ലാ അച്ചീവേഴ്സിനും കൺഗ്രാജുലേഷൻസ് പറയാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഒരുപാട് ആൾക്കാർ ചെയ്തവരുണ്ട്. ഇപ്പൊ നമ്മൾ 7500 ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത്. നമ്മൾക്ക് ഇവിടെ നമ്മൾ സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു. ബട്ട് നോ പ്രോബ്ലം, വന്നിട്ടുള്ളവർക്ക് നമുക്ക് സന്തോഷം പങ്കിടാം. യെസ് സർ. നെക്സ്റ്റ് So we should invite the guests. രാജമ്മ ആൻഡ് റോജ ഷംസുദ്ദീൻ, സിമി ഷുബു മാഡം, ജാൻസി ജോർജ്, പ്രമീള സന്തോഷ് മാഡം, മുംതാസ്, നളിനാക്ഷി മാം. ഇവര് 8 പേരാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അവരെ ഉള്ളവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യും, നമുക്ക് അവരെയൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഫസ്റ്റ് റോജ മാഡം കോഹോസ്റ്റ് ആണ്, സംസാരിച്ചോളൂ. ഓക്കെ, താങ്ക് യു സർ. ഇതിലും ഇതിന് എന്താ എനിക്ക് സന്തോഷം വേണ്ടേ? നല്ല സന്തോഷമായി, വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ 500 PV ചെയ്തിട്ട് ഈ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ വേറൊരു അനുഭൂതിയാണ്. നമുക്ക് RCMന്റെ ഗുഡ് ഡോട്ടിൽ നിന്ന് പോവാൻ തോന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ആഴ്ചയിലും 500 PV ചെയ്തിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും ILTC കോഴ്സ് ചെയ്യണം. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. കാരണം നമുക്ക് എന്തൊക്കെ വിധത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി നമുക്ക് പഠിക്കാം. അതിന് കുറച്ച് സമയമല്ലേ നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് കുറേ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ മക്കളെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ RCM കമ്പനിയിലത്തെ ഒരു മോളോ മോനോ ആണ് നമ്മുടെ ഗുഡ് ഡോട്ട് സെഗ്മെന്റ്. അതും നല്ല രീതിയിൽ നമ്മൾ സ്നേഹിക്കുക, ചെയ്യുക. നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത്. അപ്പോൾ എല്ലാവരും, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എല്ലാവരും ILTC കോഴ്സ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഓരോ റെസിപ്പി ആയിട്ട് വരിക. നമുക്കൊരു വെള്ളിയാഴ്ച ഒരു ദിവസമല്ലേ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് സമയം കളയേണ്ടത്? അത് ഭയങ്കര സന്തോഷമല്ലേ? എത്രയോ ആളുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ എല്ലാവരും ILTC ചെയ്യുക. അതെന്റെ റിക്വസ്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളെല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇതുപോലെ ഇനി ഒരുപാട് വിഭവങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ദൈവം അനുഗ്രഹിക്കട്ടെ, എൻ്റെ ലീഡേഴ്സ് അനുഗ്രഹിക്കട്ടെ.
ഇതിനൊപ്പം തന്നെ ഞാൻ TCG സാറിനെ ഒരുപാട് നന്ദിയോടെ ഓർക്കാണ്. RCMൽ എനിക്ക് വരാൻ കിട്ടിയ ഭാഗ്യം. TC സാർ ഇങ്ങനെ ഒരു RCMന്റെ പ്രസ്ഥാനം വന്നതുകൊണ്ടും എനിക്കത് അറിയാൻ സാധിച്ചുകൊണ്ടും ഇന്ന് ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പൊ താങ്ക് യു രഘു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. थैंक यू मैम, Thank थैंक you, यू ma'am. Thank रजा you मैम, so थैंक यू much. सो मच। बस इनका कहना है कि अगर ये TCG सर नहीं होते, गुड डॉट नहीं होते, ये सब हो सकते थे क्या? ये और आपको भी थैंक यू बोल रहे, TC सर को भी, सबको थैंक यू बोल रहे। ये बात तो सही है ना। तो और ये सिर्फ RCM में है, ये सब RCM में ही है और किसी में भी नहीं है। बिल्कुल सही बात 464 है, बिल्कुल सही बात है। 464 कंपनियां ऑल ओवर इंडिया के अंदर डायरेक्ट मार्केटिंग में। ऐसे जो हैप्पीनेस, ऐसे जो सेलिब्रेशन कहाँ मिलते हैं? कहीं नहीं मिलते। थैंक यू सो मच ऋतिक सर, थैंक यू RCM, थैंक यू गुड, थैंक यू ग्रेट लेडीज। നെക്സ്റ്റ് പ്രമീള മാഡം വൺസ് അഗൈൻ സംസാരിച്ചോളൂ. താങ്ക് യു രഘു സാർ. GRCM ഗുഡ് RCM എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് പ്രമീള സന്തോഷ്. ചാലക്കുടിക്ക് അടുത്ത് മേച്ചറയിലാണ് വീട്. മേച്ചറയിൽ തന്നെ വണ്ടർ വേൾഡ് ക്വിക്ക് നടത്തി വരുന്നു. എന്താ പറയാ, ഫോണിന്റെ ചാർജ് തീർന്നു. രാവിലെ ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്തായിരുന്നു. ഫോണൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, നമ്മുടെ റോജ മേഡം പറഞ്ഞ മാതിരി തന്നെ RCM എന്നൊരു പ്രസ്ഥാനം വന്നതും അതിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു കുക്കിംഗ് ILCT കോഴ്സ് ചെയ്യാനും ലെവൽ 1 ലെവൽ 2 പാസ്സായി ഏണിംഗ് ലെവൽ വരെ എത്താനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. മാഡം പറഞ്ഞ മാതിരി എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഫോട്ടോ കാണാൻ ഒരു രസമാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷാണ് അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ RCMൽ കിട്ടുന്നത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. എപ്പോഴും ലീഡേഴ്സ് പറയണ ആ 3 പോയിന്റ് അത് നമുക്ക് RCMലൂടെ കിട്ടുന്നതാണ്. അപ്പൊ ഗുഡോട്ട് ടീമിനും അതുപോലെ തന്നെ നമ്മുടെ RCMനും എല്ലാവർക്കും, എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. GRCM ഗുഡ് RCM, ഗർ ഗർ ഗുഡോട്ട്, ഹർ ഗർ ഗുഡോട്ട്, हमारा चार्ज न्यूट्रल चार्ज എല്ലാം കിടക്കട്ടെ. താങ്ക് യു മാം. ഗർ ഗർ ഗുഡ് ഡോട്ട്, ഹർ ഗർ ഗുഡ് ഡോട്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടുത്തത് നളിനി മാഡം സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്ന് കേട്ടു, ഇന്ന് തന്നെ ഞാൻ റോജ മാഡത്തിന്റെ റെസിപ്പി ഞാൻ ഇന്ന് എന്തായാലും ഇന്ന് പരീക്ഷിക്കുന്നതാണ്. നന്നാവുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഇന്നലെ വരെയുള്ള ക്ലാസ്സുകൾ എനിക്ക് എല്ലാം ചില ദിവസങ്ങളിൽ എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. കാര്യം അത് എനിക്കിത് എഴുതിയെടുക്കാനും പറ്റുന്നില്ല, എല്ലാം കൂടി ഒരുമിച്ച് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതിയെടുത്ത് പിറ്റേ ദിവസം കയറുന്നത്. എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ റോജ മാഡത്തിന് ഒന്നുകൂടി അഭിനന്ദനം. കാര്യം എന്ന് പറയാം, അത് കുറച്ച് സ്ലോ ആയിട്ട് പറഞ്ഞതുകൊണ്ട് എല്ലാം നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ട്, ഞങ്ങൾ വിളിക്കാം. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ ക്ലാസ് കേട്ട് ഇത് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ഉണ്ടാക്കും. വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യും. നന്ദി, നമസ്കാരം. GRCM ഗുഡ് RCM, ഗർ ഗർ ഗുഡ് ഡോട്ട്, ഹർ ഗർ ഗുഡ് ഡോട്ട്, ഹർ ഗർ ഗുഡ് ഡോട്ട്, ഹർ ഗർ ഗുഡ് ഡോട്ട്. താങ്ക് യു മാം. വൺസ് അഗൈൻ एक जना और है, രാജമ്മ മാം സംസാരിച്ചോളൂ. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജമ്മ. ഞാൻ മുതുകുളത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഞാന് ഇപ്പൊ റോജ മാഡത്തിന്റെ റെസിപ്പി ഞാനിപ്പം ചെയ്തു. ഞാനിപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്തു. സൂപ്പർ സാർ, എന്തൊരു ടേസ്റ്റ് അതിന്! ഭയങ്കര നല്ല ടേസ്റ്റ്. ഇതുപോലെ ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇത് പാചകം ചെയ്ത് കഴിക്കുന്ന സുഖം എന്ന് പറയുമ്പോൾ അതൊരു നല്ല സുഖം തന്നെയാണ്. നമുക്ക് ഇപ്പൊ ബേക്കറി പോയി വാങ്ങിക്കാനൊന്നും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, ബേക്കറി കയറാനും ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോ നമുക്ക് ലൈവായിട്ട് എല്ലാം പറഞ്ഞു തന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ജയ് ഗുഡ് ഡോട്ട്, ജയ് ഗുഡ് ഡോട്ട്. താങ്ക് യു സാർ. ഓക്കെ സാർ, വൈകിട്ടത്തെ ഞാനും ഉണ്ട്. ഓക്കെ സാർ. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ വൈകിട്ട് കാണാം. താങ്ക് യു മാം, താങ്ക് യു. GRCM. അടുത്തത് മുംതാസ് മാം. താങ്ക് യു സാർ. GRCM ഗുഡ് RCM. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എൻ്റെ പേര് മുംതാസ്. ഞാൻ ഈ ഗുഡ് ഡോട്ടിന്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളതിനെ കുറിച്ച് തന്നെ ഞാൻ ഈ മാസമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാസമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കണം
എനിക്കിതൊരു സെയിലായിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റോജ മാഡത്തിന്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും വിളിക്കും. മാഡം ഇന്ന് ചെയ്ത റെസിപ്പി അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കും. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. പക്ഷെ എനിക്ക് കിച്ചണിൽ നല്ല ചൂടുള്ളത് കൊണ്ടും പിന്നെ ഈ നോട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടും ഞാൻ അതിൽ നിന്നൊന്ന് മാറിയതാണ്. ഇപ്പൊ തന്നെ ഉണ്ടാക്കും. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം. JRCM ഹെർ ഹെർ ഗുഡ് ഡോട്ട്. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇതിൽ ആരുമില്ലല്ലോ? റിജേഷ് സാറ്, സിമ്മി മാഡം ആൻഡ് ജാൻസി മാഡം ആരുമില്ലല്ലോ? നെക്സ്റ്റ് സർ. അടുത്തത് സജിത് പൈ സർ, ശോഭ KN, സ്മില വിനോദ് ആൻഡ് അബ്ദുൾ റഹീം സർ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. സജിത് പൈ സർ, ശോഭന KN, സ്മില വിനോദ് ആൻഡ് അബ്ദുൾ റഹീം K. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ സന്തോഷം പങ്കിടാനുള്ള അവസരമുണ്ട്. I think so. Nobody is there. Okay, video. There is no video such person. So thank you all. Thank you sir. Sharing बंद कर दीजिएगा. Thank you sir. Thank you very much JRCM. അപ്പോൾ നമ്മളുടെ ഇത്രയും നല്ലൊരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. റോജ മാഡം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് KFCയെ അൺഹെൽത്തി ആയിട്ടുള്ള അൺഹൈജീനിക് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് അൺഹെൽത്തി ആയിട്ടുള്ള അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പക്ഷെ ടേസ്റ്റ് മേക്കറുകളൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മളുടെ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെ അതിലും വെല്ലുന്ന രീതിയിൽ വിത്ത് എങ്ങനെ നമുക്ക് ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് സെർവ് ചെയ്യാമെന്നും കൂടി റോജ മാഡം പഠിപ്പിച്ചു തന്നു. താങ്ക് യു സോ മച്ച് റോജ മാം. ആൻഡ് ലൈവ് പാചകം ചെയ്ത രാജാവ് മാഡത്തിനും അതുപോലെ വീഡിയോ ഓൺ ചെയ്തിരുന്ന എല്ലാവർക്കും ഇങ്ങനെ നമ്മൾക്ക് और तो कुछ है नहीं ना सर? हम खत्म करते हैं ना? यस सर. आपको 2 मिनट के लिए बुलाएंगे, उसके बाद हम बंद करेंगे. तो ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരിക്കലും നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സഫിയർ മൂർത്തി സാറിനും അഖില മേഡത്തിനും നന്ദി പറയാണ്. ഒപ്പം നമ്മുടെ എല്ലാ സ്റ്റാർ റൂബി അച്ചീവേഴ്സ്, സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സ്, ടെക്നിക്കൽ അച്ചീവേഴ്സ്, റോയൽറ്റി അച്ചീവേഴ്സ്, സ്റ്റാർ അച്ചീവേഴ്സ്, വൈറ്റൽ അലോച്ചീസ് എന്ന് വന്ന എല്ലാ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത വീഡിയോ ഓൺ ചെയ്തിരുന്നവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പൊ നമ്മൾക്ക് ഋതിക് സാറിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ 2 വാക്കുകൾ കൂടി കേട്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം. ऋतिक सर आप एक बार फिर जो बोलना चाहे तो बोल लीजिएगा, उसके बाद हम खत्म करेंगे. सर एक बार मैं रेफरल इंडिया लेट्स कुक टुगेदर शेयर करना चाहूंगा. yes. तो നമ്മൾക്ക് അറിയാം रेफरल प्रोग्राम. तो साथियों आप देख सकते हैं कितने बढ़ चढ़कर सब हिस्सा ले रहे हैं. तो आप चाहें तो आप किसी और अपनी टीम में अपनी फैमिली को इंडिया लेट्स कुक टुगेदर रेफरल प्रोग्राम में ऐड कर सकते हैं. अगर आप रेफर करते हैं और उन्होंने लेवल 1 क्लियर कर लिया है तो आपको रिवॉर्ड मिलेगा. और एक ही कंडीशन है कि आपका भी लेवल 1 क्लियर हो तभी आप रेफर कर सकते हैं. और रेफर करने के बाद अगर उन्होंने लेवल 1 कंप्लीट कर लिया और ऐसे आप पूरे 1 साल में 100 जनों को लेकर आते हैं तो आपको उदयपुर ट्रिप एज ए कपल आपको मिलेगा. तो ये बहुत ही अच्छा एक रिवॉर्ड है जिसका आप हिस्सा बन सकते हैं और ज्यादा से ज्यादा लोगों को गुड डॉट के इस इंडिया लेट्स कुक टुगेदर प्रोग्राम में आप कनेक्ट करा सकते हैं. और मार्च 2026 तक का आपका टाइम है और महज सिर्फ 100 लोगों को आपको पार्टिसिपेट करना है, जो बहुत ही छोटा नंबर है और जिसमें आप उदयपुर ट्रिप क्वालिफाई कर सकते हैं. बस एक ही कंडीशन है कि आपका लेवल 1 क्लियर होना चाहिए और सामने वाला जिसने भी रेफर करा है उसका भी लेवल 1 क्लियर हो जाए तो वो भी एक हिस्सा बन सकता है. और उदयपुर ट्रिप में आप आ सकते हैं अगर आप 100 लोगों को रेफर करते हैं. सर താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഓഫറുകൾ നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെഫറൽ പ്രോഗ്രാം നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് ലെവൽ 1 ക്ലിയർ ചെയ്തവർക്ക് മാത്രമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെവൽ 1 ക്ലിയർ ചെയ്തവർക്ക് നമുക്ക് റെഫർ ചെയ്യാം. റെഫർ ചെയ്തവര് അവര് ലെവൽ 1 ക്ലിയർ ചെയ്യണം.
ഇങ്ങനെ ഇത് മാർച്ച് 25 12 മാസം നമ്മൾക്ക് കയ്യിലുണ്ട്. മാർച്ച് 26 വരെ 2026 മാർച്ച് വരെ നമ്മൾക്ക് സമയമുണ്ട്. നമ്മൾക്ക് 100 പേരെ റെഫർ ചെയ്യാം. എത്ര പേരെ വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതിൽ 100 പേര് അത് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ലെവൽ 1 നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഒപ്പം റെഫർ ചെയ്തവരും 100 പേര് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദയ്പൂർ ട്രിപ്പ്, നമ്മൾക്ക് കപ്പിൾ എൻട്രി ആയിട്ട് ഉദയ്പൂർ ട്രിപ്പ് കിട്ടുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 12 മാസം ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. 12 മാസം നമ്മൾക്ക് കിട്ടും. ലെവൽ 1 അച്ചീവ് ചെയ്തവർക്ക് റെഫർ ചെയ്യാം. അവർ റെഫർ ചെയ്യുന്നവർക്ക് 100 പേർ റെഫർ ചെയ്താൽ പോരാ, റെഫർ ചെയ്യുന്നവരും ലെവൽ 1 ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പൊ പുതിയത് വരുന്ന ലിങ്കുകളിലെല്ലാം റെഫറൽ പേഴ്സന്റെ പേരും റെഫറൽ ചെയ്യുന്നവരുടെ കോഡും ഉണ്ട്. ഇത് ഗ്രൂപ്പിൽ ഇതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് ലെവൽ 1 കഴിഞ്ഞവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പറുകൾ ഗ്രൂപ്പുകളിലുണ്ട്. അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് എന്നെ പേഴ്സണലി മെസ്സേജ് വിട്ടാൽ മതി. ഞാൻ ലെവൽ 1 ക്ലിയർ ചെയ്തതാണ്, ഞാൻ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ല. റെഫറൽ ഗ്രൂപ്പ് ഒരെണ്ണം പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെഫറൽ ചെയ്യുക. അതിന് യാതൊരു കണ്ടീഷൻസും ഇല്ല. കണ്ടീഷൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ലെവൽ 1 ക്ലിയർ ചെയ്തവരായിരിക്കണം. നമ്മൾ റെഫർ ചെയ്യുന്നവരും ലെവൽ 1 ക്ലിയർ ചെയ്യണം. റെഫർ ചെയ്താൽ മാത്രം പോരാ, ലെവൽ 1 ക്ലിയർ ചെയ്യണം. അങ്ങനെ 100 പേര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പിളായിട്ട് ഉദയപൂർ സിറ്റിയിലേക്ക് ഒരു ടൂർ പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഗുഡ് ഡോട്ടിന്റെ ടൂർ പ്രോഗ്രാം നമ്മൾക്കറിയാം, ഏറ്റവും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ 5 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾക്ക് വരുന്നത്. അപ്പോ അത് എല്ലാവരും ഓർക്കുക. അപ്പൊ നമ്മൾക്ക് അതിനുള്ള ഒരു അവസരം കൂടി നമ്മൾക്ക് ഗുഡ് ഡോട്ട് ഒരുക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇവിടെ നമ്മളുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഋതിക് സർ, ഐ തിങ്ക് സോ ഋതിക് സർ ഔട്ട് ഹോഗിയ. അവിടെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഇത്രയും നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്ന നമ്മളുടെ റോജ മേഡത്തിനും അതുപോലെ കമ്പനിയുടെ ട്രെയിനായിട്ടുള്ള ഋതിക് സാറിന് നന്ദി പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കാണ്. നമ്മൾ എല്ലാവരും ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. JRCM, ഘർ ഘർ ഗുഡ് ഡോട്ട്, ഹർ ഘർ ഗുഡ് ഡോട്ട്. ഞങ്ങൾ എല്ലാവരെയും നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. Thank you, Hrithik sir. Thank you, Thank you, good day. Thank you, Hrithik sir. Thank you. Thank you, Good day. Thank you, sir. Raja madam. Thank you, Super. Raja madam. Thank you, Hrithik sir. Thank you, Hrithik sir. Thank you, ma'am. Thank Jai you so Guru. much. Thank you, Raja. Thank you, Hrithik sir. Thank you very much. JRCM, ghar ghar good dot, har ghar good dot. Thank you. Thank you, sir. Thank you very much. Thank you all. JRCM, ghar ghar good dot, har ghar good dot.